നമസ്കാരം. കേരളത്തിലെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ അപ്ഡേഷൻ പൂർണ്ണമായിട്ടും കാണാൻ ശ്രദ്ധിക്കുക. സർക്കാരിൻ്റെ വാഗ്ദാനമനുസരിച്ച് പെൻഷൻ തുക 3000 രൂപയാക്കി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ആനുകൂല്യം മുടങ്ങാതെ ലഭിക്കുന്നത് താഴെ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ബയോമെട്രിക് മസ്റ്ററിംഗ് ആണ് ആദ്യത്തെ. എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സെപ്റ്റംബർ 30-നകം ആധാർ കാർഡുമായി അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കണം. ഇതിനായി 30 രൂപയാണ് ഫീസായി നൽകേണ്ടത്. ആർക്കൊക്കെയാണ് ഇത് ബാധകമെന്ന് വെച്ചാൽ 2025 ഡിസംബർ 31 വരെ അപ്രൂവ് ആയവരും ലഭിച്ചവരും പെൻഷൻ വാങ്ങുന്നവരുമായ എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. ഇനിയൊരു സംശയമാണ്, അതായത് കിടപ്പ് രോഗികളും അവശത അനുഭവിക്കുന്നവർക്കും എങ്ങനെ മസ്റ്ററിംഗ് ചെയ്യാമെന്ന്. കാരണം കിടപ്പ് രോഗികൾക്കും അവശത അനുഭവിക്കുന്നവർക്കും വീട്ടിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്യുന്നതിനും സൗകര്യമുണ്ട്. ഇതിനായി അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറെ വിവരം അറിയിക്കണം. ഇതിന് 50 രൂപയാണ് ഫീസ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മസ്റ്ററിംഗ് ചെയ്യാത്ത പക്ഷം പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുകയും പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യാം. ഇനി സാങ്കേതിക തടസ്സം മൂലം, അതായത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ഫെവിലിയൻ റിപ്പോർട്ടുമായി പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ച് നടപടി പൂർത്തിയാക്കാം. ഇതുപോലുള്ള അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഈ ഒരു ചാനൽ ഇപ്പോൾ തന്നെ നിങ്ങളൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യും.